മരിച്ച രാജേഷിന്റെ വീട്ടിൽ സിബി ജോസഫ് ഉണ്ട്. സിബി, രാജേഷിന്റെ സംസ്കാരം എപ്പോഴാണ്? നടപടികൾ പൂർത്തീകരിച്ചപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു മൃതദേഹമെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. ധന്യ, എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും രാജേഷിന്റെ മൃതദേഹം അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറിലധികമായി. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 5 മണിക്ക് ശേഷം ഇവിടെ മൃതദേഹം എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജേഷിന്റെ ഈ ഹരിപ്പാടുള്ള പള്ളിപ്പാടത്തെ വീട്ടിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു നാട് ഒന്നാകെ രാജേഷിന് യാത്രാമൊഴി നൽകാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ രാവിലെ പുലർച്ചെ ഈ അരൂർ ദേശീയപാതയിലുണ്ടായത്. എന്തായാലും നാടിനെ ഞെട്ടിക്കുന്ന ഒരു മരണമായിരുന്നു, ഒരു മരണ വാർത്തയായിരുന്നു ഇന്ന് രാവിലെ ഈ നാട്ടുകാർ കേട്ടത്. ഇപ്പോൾ രാജേഷിൻ്റെ മൃതദേഹം അത് ഏറ്റുവാങ്ങി സഹോദരനും സുഹൃത്തും അടക്കം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 5 മണിക്ക് ശേഷം ഏകദേശം എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. ഇവിടെ എത്തിയാൽ ഇന്ന് തന്നെ സംസ്കാരം എന്നുള്ളത് ബന്ധുക്കൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രാജേഷിന് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനും യാത്ര നൽകാനുമായി ഇവിടെ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ മീഡിയ വണ്ണുമായി രാജേഷിൻ്റെ അച്ഛൻ സംസാരിച്ചിരുന്നു. ഈ കുടുംബത്തിലെ ഏക വരുമാന മാർഗം കൂടിയായിരുന്നു രാജേഷ്. എല്ലാ ജോലിയും ചെയ്തുകൊണ്ട് കുടുംബം പോറ്റുന്നതിന് വേണ്ടി ഏത് ജോലിയും ചെയ്യാൻ സന്നദ്ധനായ ഒരു വ്യക്തി കൂടിയായിരുന്നു രാജേഷ്. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ നിന്നും മുട്ട കൊണ്ടുവരുന്ന ലോറിയുമായി വരികയും ഈ സമയത്താണ് ഈ തരൂർ ദേശീയപാതയിൽ വെച്ച് ഈ അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രാജേഷിൻ്റെ അച്ഛൻ രാജപ്പനടക്കം വ്യക്തമാക്കിയത് ഈ കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ്. ഇവിടെ മാത്രമല്ല ഈ വീട് ലോൺ എടുത്ത് അത്തരത്തിൽ സാമ്പത്തിക ബാധ്യതയുണ്ട്. അതുകൂടാതെ 2 കുട്ടികളുണ്ട്. 2 കുട്ടികളുടെ പഠനവുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള കുടുംബത്തിലെ ഏക അത്താണിയാണ് രാജേഷ്. ഈ രാജേഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വേദനയോടെ നാട്ടുകാർ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ്. ഈ പ്രദേശത്ത് ആകമാനം രാജേഷിൻ്റെ ഈ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തന്നെ ഉണ്ട്. അവസാനമായി രാജേഷിന് യാത്രാമൊഴി നൽകാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ 5 മണിയോടെ രാജേഷിൻ്റെ മൃതദേഹം ഇവിടെ എത്തിക്കും. അതിനുശേഷം ഈ കർമ്മങ്ങൾക്ക് ശേഷം വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും കണ്ട് അന്തിമോപചാരം അർപ്പിച്ച ശേഷം വലിയ താമസമില്ലാതെ രാത്രിക്ക് മുൻപായി തന്നെ ഇന്ന് തന്നെ സംസ്കാരം നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ രാജേഷിൻ്റെ അമ്മയും അച്ഛനും രാജേഷിൻ്റെ ഭാര്യയും 2 കുട്ടികളുമുണ്ട് അടങ്ങുന്ന കുടുംബം. എന്തായാലും വളരെ അധികം വേദനാജനകമായ ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രാജേഷിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഒരു നാട് ഒന്നാകെ ഇപ്പോൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്.